ഓ, അപ്പൊ നീ അതിന്റെ പ്രതികാരം തീർക്കുക നിന്റെ ഭാര്യന്റെ പിറന്നാൾ ആഘോഷിച്ചിട്ട്? എന്റെ അമ്മേ, കുറച്ച് ആൾക്കാർക്ക് ചേർന്ന് ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന് പറയുന്നതേ അത് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ സന്തോഷം എന്താണെന്ന് നമുക്കൊന്നും അറിയണ്ടേ? അതുകൊണ്ടേ അമ്മമ്മേന്റെ ഈ പിണക്കവും ദേഷ്യമൊക്കെ ഒന്ന് മാറ്റിയിട്ട് അമ്മയ്ക്ക് വേണ്ടി ഒരു അടിപൊളി സാരി വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് ഇങ്ങോട്ട് വാ. നീ എന്ത് പറയാനും കാര്യമില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഞാൻ റെഡിയാവും, നീ വിചാരിക്കണ്ട. അതെ, ഇപ്പൊ ഗസ്റ്റ് ഒക്കെ എത്തുട്ടോ. ടൈം ഒരുപാടായി. ഇവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ? അമ്മയൊന്ന് ഒരുങ്ങിട്ടോ അമ്മേ. അതിന് ഗസ്റ്റ് എത്തട്ടെ, നിന്റെ ഗസ്റ്റ് അല്ലേ. ഞാൻ എന്ത് വേണം? എനിക്ക് മാനസികമായിട്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല, അത്ര തന്നെ. അമ്മേ, അതിന് ഗസ്റ്റ് ഞങ്ങളെ കാണാനല്ല വരുന്നേ, അമ്മേനെ കാണാനാ. എന്നെയോ? അതിന് പിറന്നാൾ അമ്മേന്റെ അല്ലേ, പിന്നെ അമ്മേനെ കാണാനല്ലാണ്ട് വേറെ ആരെ കാണാൻ അവനക്ക് വരില്ല. എന്റെ പിറന്നാളോ? ഇത് മുഴുവൻ ഇതാ ഇവളുടെ പ്ലാനാ. സത്യം പറഞ്ഞ ഒരു അമ്മേന്റെ സ്നേഹം എന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാ അച്ഛൻ വേറെ കല്യാണം കഴിക്കുന്നത്. രണ്ടാനമ്മയ്ക്ക് എന്നോട് എന്നും വെറുപ്പായിരുന്നു. അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും എന്നെ അച്ഛൻ അമ്മായിന്റെ വീട്ടിൽ കൊണ്ടാക്കും. പിന്നെ അമ്മായിക്ക് ഞാനൊരു ഭാരമായി തുടങ്ങി. ഇവിടെ വന്നപ്പോഴാ എൻ്റെ എന്ന് പറയാൻ എൻ്റെ സ്വന്തമായിട്ടൊരു അമ്മേനെ കിട്ടുന്നത്. ആ ഒരു സന്തോഷത്തില് ചെയ്തു പോയത് അതൊക്കെ. എന്റെ മോളെ, നിന്നെ ഞാൻ ഇത്രയും കുറ്റപ്പെടുത്തിട്ട് ഇത്രയും വഴക്ക് പറഞ്ഞിട്ടും എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നീ കാണിക്കുന്ന തിരക്കുണ്ടല്ലോ. എന്റെ മോൾക്ക് പോലും അറിയില്ല എന്റെ പിറന്നാൾ എപ്പോഴാണെന്നുള്ളത്. ഇന്ന് കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം കൊണ്ട് ചിരിക്കണമെന്നും അറിയുന്നില്ല, കരയണമെന്നും അറിയുന്നില്ല. ഇത് സങ്കടപ്പെടേണ്ട സമയമാണോ? സന്തോഷിക്കേണ്ട സമയമല്ലേ? അമ്മ ചെന്നിട്ടേ അമ്മയുടെ സാരി കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നേ. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. നീ എന്നിട്ട് സാധനങ്ങൾക്ക് എടുത്തിട്ട് വാ. എന്ത് അപ്ഡേറ്റാ? എടി, ഇന്ന് എന്റെ പിറന്നാളാ. കറക്റ്റ് 7 മണിക്ക് വന്ന ഭക്ഷണവും കഴിച്ച് കേക്കും കഴിച്ചിട്ട് പോകാം. എന്താ നിന്റെ സൗണ്ടിനൊരു വല്ലായ്മ? എടി, വിളിക്കും നീ പരദൂഷണം മാത്രമല്ലേ പറഞ്ഞു തരുള്ളൂ. ഒരു നല്ല കാര്യം ഇന്ന് വരെ പറഞ്ഞു തന്നിട്ടുണ്ടോ? കണ്ടു പഠിക്കടി എന്റെ ന്യൂ ജനറേഷൻ വരുമോളെ. മോളെ, അമ്മ ഇപ്പൊ സാരി മാറ്റി വരാട്ടോ, ഇനി വൈകിക്കില്ല.